ഞാനൊരു പഴയ ക്രിക്കറ്ററാണ്, അതുകൊണ്ട്. സോറി സാറ് ബാറ്റർ ആയിരുന്നു, ബോളർ? ഓൾറൗണ്ടർ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഏത് ടീമിന്റെ ഫാനാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. അപ്പൊ കഴിഞ്ഞ പോലെ ഹാപ്പി ആയിരുന്നു? പിന്നെ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ കപ്പ് 18 വർഷം കൂടി കപ്പ് അടിച്ചു. ഞങ്ങളുടെ ടീം നോക്കുക, അത്ര സ്ട്രോങ് ആയിട്ട് വേറെ ടീം ചെന്നൈക്ക് ഉണ്ട്. പിന്നെ നോക്കണ ബാംഗ്ലൂരിന്റെ അടിപൊളി ടീം. ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ? ധോണി, സഞ്ജു സാംസൺ. ഇപ്പൊ ഇന്ത്യക്ക് വേണ്ടി 2 സെഞ്ചുറി ഒക്കെ അടിച്ച് അടിപൊളിയാണ്. എങ്ങനെയായാലും ഡെത്ത് ഓവറിൽ ബുംറ മാസം പുള്ളി കലക്കും. വേറെ സൺറൈസേഴ്സ് ആയി. സൺറൈസേഴ്സിനാണ് ചാൻസ്. പ്രാവശ്യം ചെന്നൈ അടിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ ധോണിയുടെ ലാസ്റ്റ് സീസൺ ആയിരിക്കാൻ ചാൻസ് ഉണ്ടല്ലോ. ഒരു നല്ലൊരു സ്റ്റാർഡം പോലെ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ധോണിക്ക് പകരം ഞാൻ അങ്ങനെ യോജിക്കുന്നില്ല. ഇല്ല, നമുക്ക് കഴിഞ്ഞപ്പോൾ കപ്പ് അടിച്ചില്ലെങ്കിൽ നമുക്ക് വലിയ വിഷയമില്ല. ധോണി കളിക്കട്ടെ, കളിക്കണ പ്രായം വരെ കളിക്കട്ടെ. അങ്ങോട്ട് T20 വേൾഡ് കപ്പിന്റെ ചൂടാറുന്നതിന് മുന്നേ തന്നെയാണ് മറ്റൊരു മാമാങ്കമായ IPL നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇത്തവണ ആരൊക്കെ പോരാടും, ആരൊക്കെ ജയിക്കുമെന്നത് ഫാൻസിൽ നിന്ന് ചോദിച്ചറിയാം. IPL ഫാൻ അല്ലേ? അതെ. ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഞാനിപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ്. ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. ചെന്നൈയിലേക്ക് സഞ്ജുവിന്റെ ഫാനാണ്. സഞ്ജുവിന്റെ ഫാനാണ്. ഓക്കെ. ഇത്തവണ സഞ്ജുവിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടാവും? ഈ ക്രിക്കറ്റിലൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ എക്സ്പെക്റ്റേഷൻ കൂടുതലാണ്. കാര്യം വേൾഡ് കപ്പിൽ നന്നായിട്ട് കളിച്ചുകൊണ്ട്. അതുപോലെ ഈ T20 പറയാൻ പറ്റില്ല. ചിലപ്പോൾ നന്നായിട്ട് കളിച്ചേക്കാം. പക്ഷെ എന്തായാലും ടീമിലുള്ളത് CSKക്ക് ഒരു അസറ്റ് തന്നെയാണ്. ഇപ്പോൾ ഇവരുടെ ബോളിംഗ് അത്ര പോരാ, കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. പക്ഷേ അത് സ്കോർ കൂടുതൽ അടിക്കുകയാണെങ്കിൽ ഈ ബോളേഴ്സിനെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ ചെന്നൈക്ക് ഒരു റൈവലായിട്ട് കറൻ്റ്ലി മുന്നിൽ നിൽക്കുന്നതും ഇപ്പം നിൽക്കുന്നതും മുംബൈ ആയിട്ടാണ് പറയാറ്. മുംബൈ ടീം തന്നെ ടഫാണ്, അങ്ങനെ തോന്നുന്നുണ്ടോ? മുംബൈ ടീം ടഫാണ്. അവിടെ എല്ലാം ഹാർദിക് പാണ്ഡ്യ, ബുംറ, പിന്നെ രോഹിത് ശർമ്മ. അപ്പോൾ അവിടെ എല്ലാം ഗണ്ണുകളാണ്. ഇവർക്കുള്ളത് മറ്റേ മാത്രയുണ്ട്, യങ്സ്റ്റർ അണ്ടർ 19 രാജസ്ഥാൻ റോയൽസും മോശമില്ലാത്ത ടീമാണ്. പിന്നെ ഈ T20 അന്നത്തെ ദിവസം പോലെ ഇരിക്കും. അപ്പം അന്ന് ചിലപ്പോൾ ക്വാർട്ടർ ഫൈനലൊക്കെ എത്തുമ്പോൾ ഏത് ടീം കയറും എന്നുള്ളത് ഒരാളുടെ പെർഫോമൻസ് ഒക്കെ ബേസ് ചെയ്ത് വേണമെങ്കിൽ ഇരിക്കാം. അപ്പം അന്നൊരാൾ സെഞ്ചുറി അടിച്ചു കഴിഞ്ഞാൽ മറ്റേ ടീം എത്ര നല്ല ടീമാണെങ്കിലും മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇൻഡിവിജ്വൽ പ്ലെയേഴ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളതാണ് T20. അപ്പോൾ ആ ദിവസത്തെ പെർഫോമൻസ് ടീം ആസ് ഇറ്റ് ഈസിനേക്കാളും കൂടുതൽ ചിലപ്പോൾ ആ ദിവസത്തെ പെർഫോമൻസ് ആയിരിക്കും ഇമ്പോർട്ടൻ്റ്. അതിപ്പോൾ കുറേ ഭാഗ്യവും എല്ലാം. സഞ്ജുവിനുള്ളൊരു അഡ്വാൻറ്റേജ്, സഞ്ജു ആദ്യത്തെ ഒരു 6-8 ഓവർ നിൽക്കുകയാണെങ്കിൽ ആ ടീം നല്ല പെർഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇത്തവണത്തെ IPL ടോട്ടലി ഒരു ഗ്രിഡ് ലോക്ക് പരിപാടി ആയിരിക്കും. ലൈക്ക് എല്ലാ ടീമും നല്ല പെർഫോമൻസിനാണ് നിൽക്കുന്നത്. ഒരാളും ഈ IPL ഒന്നും പറയാൻ പറ്റില്ല. കാര്യം എല്ലാ ടീമിലും ഉള്ള ആ ദിവസം അനുസരിച്ചിരിക്കും, പിച്ച് അനുസരിച്ചിരിക്കും, ചിലപ്പോൾ ഡ്യൂ അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഡ്യൂ സമ്മർ ആയതുകൊണ്ട് അധികം ഉണ്ടാവില്ല. പക്ഷെ പിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ പിച്ച് സെലക്ട് ചെയ്യുന്നത്, ചിലപ്പോൾ പിച്ച് റീഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിൽ. കാര്യം ചിലപ്പോൾ ആദ്യം നമ്മൾ ബോൾ ചെയ്യുകയാണെങ്കിൽ പിച്ച് വളരെ മോശമാണെങ്കിൽ ബാറ്റിംഗ് ടീം ചിലപ്പോൾ 100-120 ഓൾ ഔട്ട് ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കളിക്കാൻ വരുന്ന മറ്റേ ടീം എത്ര മോശമാണെങ്കിൽ ആ 120 അടിക്കാൻ പറ്റും. കാര്യം സൈക്കോളജിക്കലി ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീം വളരെ ഡൗൺ ആവും. അത് പിച്ചിൻ്റെ കാര്യം. അപ്പോൾ പിച്ച് അസസ് ചെയ്ത് കളിക്കാനായിട്ട് ഇന്ത്യയിൽ പിച്ച് എപ്പോഴും രണ്ടാമത് ബാറ്റ് ചെയ്യുന്നതാണ് നന്നാവുക. അപ്പോൾ റിസ്ക് വളരെ കുറവാണ്. കാര്യം എത്ര പിച്ച് റീഡ് ചെയ്താലും രണ്ടാമത് ബാറ്റ് ചെയ്യാൻ ചാൻസ് കിട്ടിയ ഇന്ത്യൻ പിച്ചസിൽ കുറച്ചുകൂടി. ഞാനൊരു പഴയ ക്രിക്കറ്ററാണ്, അതുകൊണ്ട്. സോറി, പേര്? മാത്യു. താങ്ക് യു സർ. ഞാൻ അണ്ടർ 22, ഞാനിപ്പോൾ 65 വയസ്സായി. ഞാൻ കേരള സ്റ്റേറ്റ് അണ്ടർ 22 കളിച്ചൊരു പ്ലെയറാണ്. സാർ ബാറ്റർ ആയിരുന്നു, ബോളർ? ഓൾറൗണ്ടർ ആയിരുന്നു. താങ്ക് യു സോ മച്ച് സർ. ദേവിൻ്റെയൊക്കെ പീരീഡിൽ കളിച്ച ഫാസ്റ്റ് ബോളർ കം ഹാർഡ് ഹിറ്റിംഗ് ബാറ്റ്സ്മാൻ ആയിരുന്നു. IPL ഫാൻ അല്ലേ? പിന്നല്ലാതെ. ഏത് ടീമിന്റെ ഫാനാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. അപ്പൊ കഴിഞ്ഞ പോലെ ഹാപ്പി ആയിരുന്നു? പിന്നെ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ കപ്പ് 18 വർഷം കൂടി കപ്പ് അടിച്ചു. ഇപ്പൊ കോഹ്ലി വന്ന് ഇറങ്ങിയിട്ടുള്ളൂ, 2 ദിവസമായിട്ട് നെറ്റ്സിൽ കയറിയാണ്. എന്താ പ്രതീക്ഷ ഇത്തവണയും കപ്പ്? ഉറപ്പായിട്ടും. ഞങ്ങളുടെ ടീം നോക്കുക, അത്ര സ്ട്രോങ് ആയിട്ട് വേറെ ടീം ചെന്നൈക്ക് ഉണ്ട്. പിന്നെ നോക്കണ ബാംഗ്ലൂരിൻ്റെ അടിപൊളി ടീം എല്ലാ മേഖലയിലും. കാരണം ദിനേഷ് കാർത്തിക് ഒക്കെ വന്നേ പിന്നെ ഏറ്റവും ടോപ്പ് ടീമിന് ബാംഗ്ലൂർ ഇട്ടതേക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഓവർസീസ് 4 പേര് ഇറക്കാൻ ഭയങ്കര ഡൗട്ടാണ്. കാരണം ഫിൽസാൾട്ട് ഉണ്ട്, ജേക്കബ് ബദലുണ്ട്. എസലൂട്ട് ആയിട്ട് 2 കളി കാണത്തില്ല, പകരം ജേക്കബ് ഡുഫി ആയിരിക്കും കളിക്കുന്നത്. അപ്പോൾ 4 പേര് ഇറക്കാനുള്ള ഡൗട്ട് ചോദിച്ചാൽ ബാക്കി ടീം സ്ട്രോങ് ആണ്. ഇന്ത്യ നേരത്തെ ഞങ്ങൾക്ക് ഇന്ത്യയിൽ മിഡിലായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ഇല്ലായിരുന്നു. ഇപ്പം നമുക്ക് എല്ലാവരും ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല പ്രതീക്ഷയാണ്. ഒരു 2022 വരെ നോക്കിയ ടീം ഭയങ്കര ബാലൻസ് ഉള്ള ടീമായിരുന്നു. അതിന് ശേഷം നോക്കിയാൽ ടീം ഇപ്പം പ്ലേയിങ്ങിലുള്ള ഇറക്കാൻ ആൾക്കാർ കൂടുതലാണ്. ഇപ്പോൾ പഠിക്കലും ഡൗട്ടാണ്,
അതുപോലെ വെങ്കടേഷ് അയ്യർ വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും ഒരാളെ ഇറക്കാൻ പറ്റത്തുള്ളൂ, അതുകൂടെ നമുക്ക് ഡൗട്ടാണ്. ലൈക്ക് RCB തുടക്കകാലം തൊട്ട് ഹിറ്റേഴ്സിന്റെ ഒരു ടീമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തവണ അങ്ങനെ തന്നെ കൺസിഡർ ചെയ്യണം നമുക്ക്. അതോ ഫിൽസാൾട്ടിനെ അറിയാമല്ലോ, പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റ് ഒക്കെ 300-ന് മേളിലാണ്. ജേക്കബ് ബദലിനെ അറിയാമല്ലോ, ഇംഗ്ലണ്ടിലുള്ള കളി കണ്ടതില്ല, 300-ന് മേളിലുള്ള സ്ട്രൈക്ക് റേറ്റ്. അപ്പോൾ അവർ രണ്ടുപേരും ഇറക്കാൻ ടാസ്ക്കാണ്. പിന്നെ ഷെപ്പേഡിനെ അറിയാം, ലാസ്റ്റ് സീസണിൽ ചെന്നൈക്കെതിരെ 11 ബോളിൽ അവന് 13 ബോളിൽ 50 അടിച്ചു. അപ്പോൾ ചെന്നൈയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് റൈവലറി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ IPL ടോപ്പ് റൈവലറി ആയിട്ട് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് ചെന്നൈയും ഉണ്ട്, മുംബൈയും ഉണ്ട്. ഇപ്പോൾ ചെന്നൈ RCBയും അത്യാവശ്യം നല്ല ഇതായിട്ട് വന്നിരിക്കുക. മുംബൈ പിക്ചറിലില്ല. മുംബൈ പിക്ചറിലെന്ന് പറയാൻ പറ്റില്ല, മുംബൈ നല്ല സ്ട്രോങ് ടീമാണ്. ബുംറയൊക്കെ ഉണ്ട്, രോഹിത് ശർമ്മയുണ്ട്. കമ്പയർ ചെയ്യുമ്പോൾ മുംബൈ അത്യാവശ്യം നല്ല ടീമാണ്. പക്ഷേ ഞാൻ കമ്പാരിറ്റീവ്ലി ബാംഗ്ലൂരിൻ്റെ ഫാനായതുകൊണ്ട് ബാംഗ്ലൂരിനെ പോക്കി പറയുന്നത്. ചെന്നൈക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് അവരുടെ ബോളിംഗ് സൈഡ് കുറച്ച് വീക്കായിട്ട് ഇപ്പോൾ പോകുന്നത്. സൈഡ് വീക്കാണ്. പിന്നെ ഇന്നലെ ഒരു അപ്ഡേറ്റ് വന്നായിരുന്നു, മറ്റേ നേതാൻ എലിയസ്, ഓസ്ട്രേലിയയുടെ ബോളർ. പുള്ളി ഇഞ്ചുറി കാരണം ഇപ്പോൾ കളിക്കുന്നില്ല. ബോളിംഗ് സൈഡ് നോക്കണ വീക്കാണ്. പക്ഷേ ഇതിലും ബോളിംഗ് മോശം ബോളിംഗ് വെച്ച് ധോണി കപ്പടിച്ചിട്ടുണ്ട്. അപ്പോൾ ധോണിയുടെ ഒരു ഇത് വെച്ച് എന്തായാലും ചെന്നൈ പ്രശ്നം നല്ല ടീമാണ്. സഞ്ജു സാംസണും ഉണ്ടല്ലോ. അപ്പോൾ കുറേ ഫാൻസ്. എനിക്ക് സെക്കൻഡ് ഇപ്പോൾ ബെസ്റ്റ് ടീം എന്ന് പറഞ്ഞാൽ ചെന്നൈയാണ്. ബാംഗ്ലൂർ കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന 5 പേര്, മെയിൻ 5 പേര് മുംബൈയിലുണ്ട്. അപ്പോൾ എന്തായാലും മുംബൈ ആയിരിക്കും ടോപ്പ്. പക്ഷെ എന്തായാലും ഈ പ്രശ്നം നോക്കിയോ വീണ്ടും ഞങ്ങൾ കപ്പ് ഡിഫെൻഡ് ചെയ്ത് ഉറപ്പായിട്ട്. ഫസ്റ്റ് മാച്ച് തന്നെ നമുക്കത് അറിയാം. ഫസ്റ്റ് മാച്ച് SRH ആയിട്ടാണ്. SRH എന്ത് സ്ട്രോങ് ആണെങ്കിലും നോക്കിയോ ഞങ്ങൾ ഈ സീസൺ കപ്പ് ഞാൻ കൊള്ളാം. അപ്പോൾ ഇത്തവണ വേറെ ടെൻഷൻ ഇല്ല, കപ്പ് RCBക്ക് തന്നെ. ഞങ്ങൾക്ക് ആദ്യമൊക്കെ സീസണിൽ ആൾക്കാർ കളിയാക്കാം, ഈ സാല കപ്പ് നമ്മുടെ മറ്റേ കപ്പ് എന്ന് പറഞ്ഞു. ഇപ്പം ആർക്കും കളിയാക്കണില്ല, കപ്പ് കിട്ടില്ല, കപ്പ് ഡിഫെൻഡ് ചെയ്താൽ മതി. 18 വർഷം കൂടി കപ്പ് കിട്ടി, ഇനി അടുത്ത 2ാമത്തെ കപ്പ്. താങ്ക്സ് ബ്രോ. IPL കാണാറുണ്ടോ? കാണാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം ഏതാ? ചെന്നൈ, രാജസ്ഥാൻ റോയൽസ്. ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ? ധോണി, സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ രാജസ്ഥാനിൽ നിന്ന് മാറിയില്ലേ, ഇപ്പോൾ ചെന്നൈയിലേക്ക് ആയില്ലേ? ഇപ്പൊ ചെന്നൈയിലോട്ടായി. സഞ്ജു സാംസന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടോ ഇത്തവണ? ഇപ്പൊ ഇന്ത്യക്ക് വേണ്ടി 2 സെഞ്ചുറി ഒക്കെ അടിച്ച് അടിപൊളിയാണ്. സഞ്ജു സാംസന്റെ ഒരു കിടിലൻ പെർഫോമൻസ് കാണാം. ഏത് ടീമിലെ പ്രതീക്ഷ? മുംബൈ ഇന്ത്യൻസ്. മുംബൈ കട്ട ഫാനാണ്. ഇത്തവണ ആരുടെ പെർഫോമൻസ് ആണ് നോക്കുന്നത്? രോഹിത് ശർമ്മ. രോഹിത് ശർമ്മ തന്നെ. ക്യാപ്റ്റൻ കുറച്ചുകൂടെ ട്രിം ഒക്കെ ആയിട്ട് വന്നേക്കാണ്. ഹിറ്റ്മാൻ ഇല്ല, ഒന്നും പഠിക്കണ്ടല്ലോ. അതെ. ഇപ്പോൾ ബുംറയുടെ പെർഫോമൻസും ഇത്തവണ നമുക്ക് പ്രതീക്ഷിക്കാം. ബുംറ അപ്പോൾ നമുക്കൊരു മുതൽക്കൂട്ടാണ്. കാരണം നോർമലി ബുംറയ്ക്ക് ഒരു പ്രശ്നമുണ്ട്, IPL ആവുന്ന സമയത്ത് പുള്ളി കുറച്ചൊന്ന് സ്ലോ ആവാറുണ്ട്. എങ്ങനെയായാലും ഡെത്ത് ഓവറിൽ ബുംറ മാസാ പുള്ളി കലക്കും. പിന്നല്ല. മുംബൈയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ കാണുന്നത് മിഡിൽ ഓർഡർ പോലും ഒരു ടഫ് ലെവൽ ഓർഡർ ആയിട്ട് നിൽക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സിലും മുംബൈക്കാണ് കൂടുതൽ ചാൻസ് ഫസ്റ്റ് പൊസിഷൻ നേടാനുള്ളത്. അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? മുംബൈക്ക് തന്നെ, ഞാൻ മുംബൈയിൽ തന്നെ. ഇൻ കേസ് മുംബൈക്ക് ഒരു ടഫ് കോമ്പറ്റീഷൻ വരികയാണെങ്കിൽ ഏത് ടീമിനായിട്ട് വരാനായിരിക്കും സാധ്യത? മുംബൈക്ക് ടഫ് എന്ന് പറയാൻ ചെന്നൈ നല്ല ടീമായി. ഇപ്പോൾ സഞ്ജു ചെന്നൈയിൽ പോയ ചെന്നൈ നല്ല ടീമായി. അതെ, ചെന്നൈ ആയിരിക്കും. മുംബൈ ഫാൻ അല്ലായിരുന്നെങ്കിൽ, മുംബൈ എന്ന് പറഞ്ഞ ടീം ഫാൻ അല്ലായിരുന്നെങ്കിൽ വേറെ ആർക്കായിരുന്നു ചാൻസ്? വേറെ സൺറൈസേഴ്സ് ആയിരിക്കും. സൺറൈസേഴ്സിനാണ് ചാൻസ്. അതിൽ ഞാൻ അഭിഷേക് ശർമ്മൻ്റെ വലിയ ഫാനാണ്. അതെ, പുള്ളിയുടെ പെർഫോമൻസ് ഇപ്പോൾ അപ്പായുണ്ട്. ഇപ്പോൾ അപ്പായുണ്ട്. ഫൈനലിൽ ഇപ്പോൾ 50 അടിച്ചില്ലേ, അതുകൊണ്ട് കുറച്ചും കൂടി ഒരു ഫോമിലാണ്. IPL തകർക്കും. ഏത് ടീമിൻ്റെ ഫാനാണ്? ഞാൻ ചെന്നൈയാണ്. ചെന്നൈ ഫാനാണ്. തുടക്കം തൊട്ടേ ചെന്നൈ ഫാനാണ്. അത് തുടക്കം KKR ഇഷ്ടമായിരുന്നു, ഇപ്പോൾ ചെന്നൈ ഇഷ്ടമാണ്. പിന്നെ നമുക്ക് കോഹ്ലിനോടുള്ള ഇഷ്ടം കൊണ്ട് RCBനോട് ഒരു താല്പര്യമുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ഹാപ്പി ആയിരുന്നു. അതെ, ഹാപ്പി ആയിരുന്നു. RCB കപ്പടിച്ചപ്പോൾ ഹാപ്പി ആയിരുന്നു. ഇത്തവണ ചെന്നൈക്കാണോ കപ്പടിക്കാൻ സാധ്യത കൂടുതൽ? പ്രാവശ്യം ചെന്നൈ അടിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ ധോണിയുടെ ലാസ്റ്റ് സീസൺ ആയിരിക്കാൻ ചാൻസ് ഉണ്ടല്ലോ, അപ്പോൾ ചെന്നൈ അടിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമുക്കിപ്പോൾ സഞ്ജു ഒരു അസറ്റായിട്ട് വന്നിരിക്കുകയാണ്, അതിൻ്റെ ഒരു സന്തോഷം കൂടെ. അതിന് സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ അതുകൊണ്ട് നല്ല വെയിറ്റിംഗ് ആണ്. അവർ ഒരുമിച്ച് കളിക്കുന്ന കാണാൻ വേണ്ടി ഒരു ആഗ്രഹം. ധോണീൻ്റെ കൂടെ സഞ്ജു കളിക്കുന്ന കാണാൻ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ചെന്നൈ RCB മത്സരങ്ങൾക്ക് കൂടെ നല്ല വെയിറ്റിംഗ് ആണ്. അതായത് കോഹ്ലി ഇപ്പോൾ അങ്ങനെ അധികം കളിക്കുന്നില്ല, ഓഡിയൻസ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ കുറേ ശേഷം കോഹ്ലി കളിക്കുമ്പോൾ അത് കാണാനൊരു വെയിറ്റിംഗ് ആണ്. കോഹ്ലിൻ്റെ കളി കാണാൻ നല്ല വെയിറ്റിംഗ് ആണ്. ചെന്നൈയുടെ ബോളിംഗ് ഫേസ് കുറച്ച് ഡൗൺ ആണെന്നൊരു സംശയം ഇപ്പോൾ ഉണ്ട്. അങ്ങനെ ഒരു സംശയം ഉണ്ടോ? സംശയമുണ്ട്, അങ്ങനെ ഒരു സംശയമുണ്ട്. ബോളിങ് കുറച്ച് വീക്കാന്നുള്ളത് നല്ല പൊതുവെ നല്ല രീതിക്ക് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ഒരു മോശം ബോളിങ് വെച്ചിട്ടും കപ്പടിച്ചിട്ടുണ്ട് ചെന്നൈ. അതുകൊണ്ട് ബാറ്റിംഗ് നല്ല സ്ട്രോങ് ആണ്, പക്ഷേ ബോളിംഗ് കുറച്ച് വീക്കാന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പണ്ട് തൊട്ടുള്ള റൈവലറിയാണ് ചെന്നൈ മുംബൈ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. മുംബൈയുടെ ടീമാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് കട്ടൊക്കെ നിൽക്കുന്നത്, അവരുടെ ടോപ്പ് ഓർഡർ മിഡിൽ ഓർഡർ എല്ലാവരും കളിക്കാരാണ്, എല്ലാവരും ഫോമിലാണ് നിൽക്കുന്നത്. അത് വലിയൊരു റൈവലറി ആയിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും നമുക്ക്. അതെ, മുംബൈ എപ്പോഴും ഭയങ്കര സ്ട്രോങ് ടീം തന്നെയാണല്ലോ. മുംബൈ ബോളിംഗ് ആണെങ്കിൽ ഇപ്പോൾ ബുംറ ഒറ്റയാൾ തന്നെ മതി, അവിടെ ഒരു ലാസ്റ്റ് ഓവർ വരുമ്പോഴേക്ക് എറിഞ്ഞ് പിടിക്കാനും ആളുണ്ട്. അതുപോലെ തന്നെ ബാറ്റിംഗ് നല്ല അത് ഭയങ്കര സ്ട്രോങ് ആണ് ബാറ്റിംഗ്. അവർ പിന്നെ മുംബൈ എപ്പോഴും അടിപൊളി ടീം തന്നെയാണല്ലോ വരാറ്. സഞ്ജുവിൻ്റെ പോക്ക് കൊണ്ട് RRനൊരു ഡൗൺഫോൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ലൈക്ക് അങ്ങനെ ഒരു ചാൻസ് കാണുന്നുണ്ടോ? അങ്ങനെ ഒരു ചാൻസ് ഇപ്പം നിലവിൽ ഇപ്പോൾ സഞ്ജുവിനെ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് സഞ്ജുവിന്
ഇതാക്കിയതൊരു നഷ്ടമാകുമെന്ന് തന്നെ തോന്നുന്നു. കാരണം സഞ്ജു ഇപ്പം നല്ല ഫോമായിട്ട് നിൽക്കുന്ന രീതിക്ക് ചെന്നൈയിൽ നല്ലൊരു പെർഫോമൻസ് കാണിക്കുന്നതാണ് വിചാരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് സന്തോഷമുള്ളൂ ചെന്നൈയിലേക്ക് വന്നുകൊണ്ട്. അപ്പോൾ പക്ഷേ ജഡേജ പോയതിൻ്റെ ഒരു ഇതുണ്ട്. എന്നാലും സഞ്ജു നമുക്ക് എപ്പോഴും ഫേവറേറ്റ് തന്നെയാണല്ലോ സഞ്ജു. അപ്പോൾ അതിൻ്റെ ഒരു അവർക്കൊരു നഷ്ടമായിരിക്കും ചിലപ്പോൾ. ഒരു നല്ലൊരു സ്റ്റാർഡം പോലെ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ധോണിക്ക് പകരം ഞാൻ അങ്ങനെ യോജിക്കുന്നില്ല. ഷുവർ, താങ്ക്സ്. ഏത് ടീമിൻ്റെ ഫാനാണ്? RCB. RCB ഫാനാ? കഴിഞ്ഞ പോലെ ഹാപ്പി ആയിരുന്നു? പിന്നെ ഹാപ്പി ആയിരുന്നോ? എത്ര കൊല്ലത് വെയിറ്റ് ചെയ്യപ്പാ? 18 കൊല്ലത്തിൻ്റെ. നമുക്കിപ്പോൾ RCBയുടെ കാര്യത്തിൽ തുടക്കം തൊട്ട് തന്നെ ഹിറ്റേഴ്സിൻ്റെ ടീമാണ് RCB. അതായത് കപ്പടിക്കാനായിട്ട് ഏറ്റവും ചാൻസ് ഉള്ള ടീമാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് 18 വർഷം എടുത്തു. ഇപ്പോൾ ടീം പിന്നെ സെറ്റായിട്ടാണ് നിൽക്കുന്നത്. ഇത്തവണ കപ്പ് അടിക്കാനുള്ള ഒരു കാരണമായിട്ട് കോഹ്ലി അല്ലെങ്കിൽ വേറെ എന്തായിട്ട് തോന്നുന്നത്? കോഹ്ലി അല്ലെങ്കിലും ഇപ്പം പ്ലേയേഴ്സ് പറയുമ്പോൾ അത്യാവശ്യം നല്ല പ്ലേയേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. ടീമിലെ എല്ലാ ആൾക്കാരും അതിനനുസരിച്ച് കഴിഞ്ഞ ദിവസം കളിച്ചിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ ആൾക്കാരും ഓരോ കളിയിൽ ഓരോരുത്തരാണ് മാൻ ഓഫ് ദി മാച്ച് ആയത്. അപ്പോൾ അത്യാവശ്യം ഒരാളില്ലെങ്കിൽ വേറെ ആൾ കളിക്കും എന്തായാലും, അങ്ങനെ ഒരു ഉറപ്പുണ്ട്. 18 വർഷം കഴിഞ്ഞ് കപ്പ് എടുത്തല്ലോ, ഇപ്പോൾ അതൊരു പ്രഷറായിട്ടിരിക്കുന്നുണ്ടോ? ഇപ്പോൾ ഫാൻസിനാണെങ്കിൽ പോലും ഒരു എക്സ്പെക്ടേഷൻ ഭയങ്കര കൂടുതലാണ്. മറ്റുള്ളവരൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ 5-6 കപ്പിൻ്റെ ഒക്കെ മുകളിലിരിക്കുന്നവർ ഒരു പ്രഷറായിട്ട് ഫാൻ സൈഡിൽ നിന്ന് അങ്ങനെ തോന്നുന്നുണ്ടോ ഇത്തവണ നമുക്ക് കുറച്ചുകൂടി? ഇല്ല, നമുക്ക് കഴിഞ്ഞപ്പോൾ കപ്പ് അടിച്ചില്ലെങ്കിലും നമുക്ക് വലിയ വിഷയമില്ല. നമുക്ക് ഓൾറെഡി നമ്മൾ സന്തോഷത്തിലാണ്. ഇനി വേറൊരു സംഭവം, RCB ഫാൻ അല്ലായിരുന്നെങ്കിൽ വേറെ ഏത് ടീമിനാണ് ചാൻസ് ഒരു ഫാൻ ആവാൻ? ഞാൻ മുംബൈൻ്റെ ഒരു ഫാനാണ്, രോഹിത് ശർമ്മേൻ്റെ ഒരു ഫാനാണ്. താങ്ക്സ് ബ്രോ. ഓക്കെ. ഏത് ടീമിൻ്റെ ഫാനാ? CSK. പിന്നല്ല, ഹാപ്പിയാണ്. തലയുടെ ഫാനായതുകൊണ്ട് തന്നെ ഹാപ്പി ആവണമല്ലോ. ഇപ്പോൾ വേറൊരു ക്യാപ്റ്റൻ കൂടെ വന്നിരിക്കുകയാണ്, പിന്നെ സഞ്ജു സാംസൺ. ഇനിയിപ്പോൾ നിങ്ങളുടെ ടീമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീമിലുള്ള മിക്കവരും ക്യാപ്റ്റൻസാണ്. ഈ ക്യാപ്റ്റൻസിയുടെ ഒരു പ്രശ്നം ഉണ്ടാവും അതിനകത്ത് എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ ക്യാപ്റ്റൻസി ഇപ്പോൾ സഞ്ജുവും കൂടെ വന്നുകൊണ്ട് എന്താണെന്ന് അറിയാൻ പറ്റില്ല. ഇനി കളി കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ ഇനി എന്താവുമെന്ന്. നേരത്തെ ധോണിയായിരുന്നു, ഇനി ധോണി സഞ്ജുവും എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് അറിയാൻ പാടില്ല ഇനി എന്താവുമെന്ന്. നോക്കാം നമുക്ക്. ജഡേജ പോയതുകൊണ്ട് ഒരു കോർഡിനേഷൻ പോയി. നേരത്തെ ഒരു സിങ്ക് ഉണ്ടായിരുന്നു. അപ്പം നോക്കാം നമുക്ക്. ഇനി കളി കണ്ടപ്പോഴല്ലേ നമുക്ക് അറിയാൻ പാടില്ല ഇനി എങ്ങനെയാണ്. ഇപ്പോൾ തുടങ്ങുമ്പോഴല്ലേ കളി കഴിയുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് ബോളേഴ്സൊക്കെ ഓക്കെ ആണോ അല്ലേന്ന്. ചെന്നൈയുടെ ഒരു വലിയ റൈവലായിട്ട് കപ്പിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ടീമിൻ്റെ കേസിലാണെങ്കിലും മാച്ചിലാണെന്നുണ്ടെങ്കിലും മുംബൈ ഉണ്ട്. മുംബൈയുടെ ടീം മുതൽ ഇത്തവണ ഉള്ള പ്ലെയേഴ്സ് എല്ലാതും ഇന്ത്യൻ ടീമിൽ ഫോമായിട്ട് നിൽക്കുന്ന പ്ലെയേഴ്സാണ്. അതൊരു വലിയ ഭീഷണിയാവും? ഭീഷണിയാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്ന് വെച്ചാൽ സഞ്ജുവും ധോണിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പ്രതീക്ഷയുണ്ട്. അപ്പം അതൊരു ഭീഷണിയല്ലെന്നാ വിചാരിക്കുക. അപ്പോൾ ഇത്തവണ കപ്പിലേക്കാണ് പ്രതീക്ഷ. ധോണിയുടെ അവസാനത്തെ ഒരു സീസൺ ആവുമോ എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ട് ഇവിടെ. അതിപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷവും കേട്ട് ഇതിപ്പോൾ പറച്ചിൽ മാത്രമല്ലേ. ധോണി കളിക്കണ പ്രായം വരെ കളിക്കട്ടെ അങ്ങോട്ട്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത തവണയും മിക്കവാറും പുള്ളി വരും. പറച്ചിലുണ്ടാവും ഞാൻ റിട്ടയർ ആവുന്നു. ഇതൊന്നും കാര്യമൊന്നുമില്ല. പുള്ളി ഓക്കെയാണ്, സ്റ്റാമിന ഉണ്ട്. പുള്ളി ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു. പോട്ടേന്ന് ഒരു 1 man ഷോ ആയിട്ട് പോട്ടെ പുള്ളി. ശരി ബ്രോ, താങ്ക്സ്. ഏത് ടീമിൻ്റെ ഫാനാ? ചെന്നൈയുടെ ഫാനാണ്. ചെന്നൈയിലേക്ക് ഇപ്പോൾ സഞ്ജു വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടാവും സഞ്ജു? സഞ്ജു ആണോ ഫേവറേറ്റ്? ബാറ്റർ സഞ്ജു ആണ്. വേറെ ആരെങ്കിലും ഉണ്ടോ ഫേവറേറ്റ് ആയിട്ട്? ഹർദിക് പാണ്ഡ്യ. ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യനെ ഇഷ്ടം. അപ്പോൾ മുംബൈ ടീമിനെ ഇഷ്ടമല്ലേ? ഹാർദിക് മുംബൈയിലല്ലേ? അങ്ങനെ ഇഷ്ടമാണ്. സഞ്ജു സാംസൺ അവിടെ ആയതുകൊണ്ട് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ മുന്നേ രാജസ്ഥാനായിരുന്നു ഇഷ്ടം, സഞ്ജു മുന്നേ രാജസ്ഥാനിലായിരുന്നു. ഓക്കെ, താങ്ക്സ്. ഏത് ടീമിൻ്റെ? ചെന്നൈ സൂപ്പർ കിങ്സ്. ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. ഇപ്പോൾ ചെന്നൈയിലേക്കൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. സന്തോഷത്തിലാണോ? അതെ, സഞ്ജു വന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇത് പലരും പറയുന്നത് ധോണി ഇത് ലാസ്റ്റായിട്ട് കളിക്കാൻ പോകുന്നൊരു സീസൺ ആണെന്നൊരു സംശയം ഉണ്ടെന്നാണ്. നമുക്ക് അങ്ങനെ തന്നെയാണോ? എല്ലാവർക്കും സംശയമുള്ള പോലെ എനിക്കും ഉണ്ട്. മിക്കവാറും ലാസ്റ്റ് സീസൺ ആയിരിക്കാം. അതുകൊണ്ട് കേട്ടോ കപ്പടിക്കണമെന്നും ആഗ്രഹമുണ്ട് എനിക്ക്. അത് ലാസ്റ്റ് നമുക്കൊരു സെൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ കപ്പടിക്കണം നല്ല ആഗ്രഹമുണ്ട്. ഞാനിപ്പോൾ ചെന്നൈ ഫാനായത് ധോണി ഉണ്ടായിരുന്നു. ഞാൻ 2005 തൊട്ട് ധോണി ഫാനാണ്. അതെ, അതുകൊണ്ട് എനിക്ക് വേറെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫർ വന്ന സമയത്ത് ജഡേജ അങ്ങോട്ട് പോയല്ലോ. അപ്പോൾ അത് വേറൊരു വലിയ നഷ്ടമാവാൻ സാധ്യത ഉണ്ടോയെന്ന് കുറേ പേര് ചിന്തിച്ചിരുന്നു. കാരണം പുള്ളി ഓൾറൗണ്ടറാണ്. പോരാത്തതിന് ഇത്രയും കാലമായിട്ട് ടീമിൻ്റെ ഒപ്പം ഉള്ള ആളാണ്. അതുപോലെ നല്ല ബോളറും കൂടിയാണ്, നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ബോളറും കൂടിയായിരുന്നു. അതൊരു ബുദ്ധിമുട്ടാവും തോന്നുന്നുണ്ടോ? ബുദ്ധിമുട്ടാണെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ ബോളിംഗ് ഭയങ്കര ശോകമാണ്. ഓൾറൗണ്ടർ എന്നാണെന്ന് പറഞ്ഞാലും പേരിന് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് അങ്ങനെ ഓൾറൗണ്ടർമാർ എൻ്റെ ഒരു ഇതിൽ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു പോരായ്മ കിട്ടും. പക്ഷേ നോക്കാം.
അതുകൊണ്ട് പിന്നെ ധോണിയുണ്ട്, സ്പിന്നേഴ്സിനെ ധോണി നല്ലതായിട്ട് നോക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ചെന്നൈ ടീം അല്ലായിരുന്നെങ്കിൽ, ഫാൻ അല്ലായിരുന്നെങ്കിൽ വേറെ ഏത് ടീമിനാണ് സെക്കൻഡ് ഒരു നമ്മൾ കൊടുക്കുന്നത്? ഓക്കെ, ഞാൻ വേറൊരു ഫാൻ ആവുമായിരുന്നു എന്ന്. ഒബ്വിയസ്ലി RCB കോഹ്ലി ഫാക്ടർ ഉണ്ട് അതിൽ. ഫാക്ടർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ വട്ടം എനിക്ക് അവർ കപ്പടിച്ചോണ്ട് നല്ല ആഗ്രഹം. ആരും നമ്മളെ ധോണി എന്നല്ല, ഇപ്പോൾ ആർക്ക് ഏതൊരു ഫാനായാലും അവർക്കൊരു കപ്പടിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചതാണ് അവർ. പക്ഷേ ഈ വട്ടം എനിക്ക് ചെന്നൈ കപ്പടി, കാരണം എന്തായാലും ധോണി 100% ധോണിയുടെ ലാസ്റ്റ് കളിയായിരിക്കും. അപ്പോൾ എന്തായാലും എനിക്ക് അവർ ചെന്നൈ കപ്പടിക്കണം ഭയങ്കര ആഗ്രഹമാണ്. വേറെ ഞാൻ ചിന്തിക്കുന്നുമില്ല ആര് കപ്പടിക്കണം എന്നത്. ചെന്നൈ എന്നുള്ള സാധനം. കട്ട ചെന്നൈ ഫാനാണ് വിട്ടത്. താങ്ക്സ് ബ്രോ.